രേഷ്മ ദി ജേർണലിസ്റ്റ് ന്യൂസ് ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഭരണത്തിലേക്ക് തിരിച്ചു വരും, 10 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് ഒരു ശാപമോക്ഷം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ VD സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇത്ര കോൺഫിഡൻസോടുകൂടി ഒരു നേതാവ് ഞാൻ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ കുറെ കാലങ്ങളിലേക്ക് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ അത്രയും ധൈര്യം കാണിച്ച ആ ഒരു ചങ്കൂറ്റം, 100-ലധികം സീറ്റുകൾ തങ്ങൾ നേടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഇനി വനവാസത്തിലേക്കല്ല, ക്ലിഫ് ഹൗസിലേക്കാണ്, ജനവാസത്തിലേക്കാണ്, ജനങ്ങൾക്കിടയിലേക്കാണ് ഞാനെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം തന്നെയാണല്ലോ ഈ ഒരു സമയത്ത്, അതെങ്ങനെയാണ് പങ്കുവയ്ക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇതിനകത്ത് എടുത്തു പറയേണ്ട വിദ്യ, അതായത് ജനവിരുദ്ധ വികാരം, ഈ ഒരു ജനങ്ങൾക്ക് ഒരു വിരുദ്ധ വികാരം പിണറായി സർക്കാരിനോട് തോന്നി എന്നുള്ളതാണ് ഇവിടെ അടിയുറച്ച് പറയേണ്ടത്. നമുക്കറിയാം, ഒരു ജനവിരുദ്ധ വികാരം പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവരോടുണ്ട്, അല്ലെങ്കിൽ ആ സർക്കാരിനോടുണ്ട് എന്ന് പറയുമ്പോഴും അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇലക്ഷൻ ഫലങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. അതായത് 100 സീറ്റെങ്കിലും അവർ ഉറപ്പിക്കുകയാണെങ്കിൽ അത്തരം ഒരു വിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 45 അല്ലെങ്കിൽ 50 താഴോട്ടാണ് ഈ പറയുന്ന ലീഡ് നില എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ സർക്കാർ തന്നെ, അതായത് CPM അല്ലെങ്കിൽ പിണറായി സർക്കാർ തന്നെ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് തങ്ങളോടൊരു വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ വിദ്യ പറഞ്ഞതുപോലെ തന്നെ UDFന് വലിയൊരു സന്തോഷമാണ്, വലിയ തരംഗമാണ്, ഒരു വലിയ സുനാമിയാണ്. അതായത് UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരുടെ 100 സീറ്റ് എന്ന നിലയിലേക്ക് കടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ, റൗണ്ടുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അത് ഇനി കണക്കാക്കൂ. പക്ഷെ എങ്കിലും വലിയൊരു ഭൂരിപക്ഷം ഇപ്പോൾ UDFനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരള രാഷ്ട്രീയം 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് UDF അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും ഉറച്ച ആത്മവിശ്വാസമായിരുന്നു. എല്ലാവരും പറഞ്ഞു UDFന്റെ ഓവർ കോൺഫിഡൻസ് ആണ്, ഇത് നടക്കാൻ പോകുന്നില്ല, ഇവന്മാര് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത്, അതായത് ഈ നേരത്തെ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇലക്ഷന് തോറ്റു കഴിഞ്ഞാൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ VD സതീശന്റെ അമിത ആത്മവിശ്വാസമായിട്ടുള്ള ഒരു വാക്കാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതായത് വനവാസത്തിലേക്കല്ല, ജനവാസത്തിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങൾ ഒരുമിച്ച് അവർക്കൊപ്പം നിൽക്കുവാൻ തന്നെ VD സതീശൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം, വലിയൊരു തരംഗം തന്നെയാണ് ഇപ്പോൾ UDF കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് UDFനുണ്ടായ ഒരു തരംഗത്തെക്കാൾ റെക്കോർഡ് രീതിയിലാണ് ഇപ്പോൾ ഒരു ഭൂരിപക്ഷം UDFനുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഉടനീളം UDFന്റെ സീറ്റുകൾ കിട്ടാത്ത പല ജില്ലകളുമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് വലിയ രീതിയിലുള്ള സീറ്റ് അങ്ങനെ UDFനില്ല, അവിടെ സീറ്റ് ഇല്ല എന്ന് വേണം പറയാം. പക്ഷേ ഇത്തവണ വന്നപ്പോൾ കോഴിക്കോട് പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം UDFന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം വലിയൊരു പ്രതീക്ഷ വെച്ചത് അത് അതേപോലെ നടന്നു. ഇനി 100 സീറ്റ് കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഏകദേശം 2 സീറ്റ് കൂടി വന്ന, അതായത് ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം 98-41-1 എന്നിങ്ങനെയാണ്. അതായത് 98 UDFന്, 41 LDFന്, 1 സീറ്റ് മാത്രമാണ് NDAക്കുള്ളത്. എന്തായാലും ഇവിടെ ചെറിയൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു, 1 കോടി രൂപ പന്തായം വെച്ച PC ജോർജ് ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. UDF 10 സീറ്റ് അല്ലെങ്കിൽ 9 സീറ്റെങ്കിലും നേടുമെന്ന്, UDF അല്ല NDA 10 സീറ്റ് അല്ലെങ്കിൽ 9 സീറ്റ് എങ്കിലും നേടുമെന്നായിരുന്നു PC ജോർജ് പറഞ്ഞത്. ഷോൺ ജോർജും അല്ലെങ്കിൽ താനും അവിടെ ജയിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ NDA അല്ലെങ്കിൽ താമര വിരിയിക്കാൻ ഇത്തവണ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പാലക്കാടൊക്കെ വളരെ നിർണായകമായിരുന്നു. എന്തായാലും താമര വിരിയാത്തത് വളരെ അധികം കഷ്ടമാണ് NDAക്ക്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയ പ്രതീക്ഷ അന്നേ കൊണ്ട്. രേഷ്മ, ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത് ജനവിരുദ്ധ വികാരം ഉണ്ടായെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ധർമ്മടത്തെ പിണറായി വിജയന്റെ ആ ഒരു വോട്ട് നിലയാണ്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടം തോന്നുന്നൊരവസ്ഥ വരുന്നുണ്ടല്ലേ. പിണറായി വിജയൻ, കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി, പിന്നിലാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ അവസാന നിമിഷം കൊണ്ടേ കലമുടയ്ക്കുന്ന രീതി, സ്വന്തം സ്വഭാവം പുറത്തു വരുന്ന രീതിയൊക്കെ കാണിച്ചു. അവിടെയും അത് പിഷാരടിക്ക് വളരെ അനുകൂലമായ ഒരു
സംഭവം അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ NDAയും CPIM ഒക്കെ UDFന് അനുകൂലമായ രീതിയിൽ ഒരു പാത ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ, അല്ലേ? ഈ ധർമ്മടം എന്ന് പറഞ്ഞ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ധർമ്മടത്തില് സങ്കടമാണ് പിണറായി വിജയന്. മാത്രമല്ല പിണറായി വിജയനൊപ്പമുള്ള മന്ത്രിമാരും ഇപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് മിക്ക മന്ത്രിമാരും മത്സരിച്ച സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ടിന് പിന്നിലാണുള്ളത്. അതായത് വലിയ UDF തരംഗം ഉള്ളത് കൊണ്ട് തന്നെ വിദ്യ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. കാരണം നമ്മൾ ധർമ്മടത്ത് കണ്ട ഒരു സംഭവം അങ്ങനെയാണ്. ധർമ്മടത്തില് ഏറ്റവും കൂടുതൽ വോട്ട് നില, അതായത് ഇപ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ മുന്നിലായിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന നേതാവാണ്. പക്ഷെ ആ ഒരു വ്യക്തിയോട് ഒരുപക്ഷെ പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു തിരിച്ചടി തനിക്ക് ലഭിക്കുമെന്നുള്ളത്. എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇവിടെ വേറൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, VD സതീശൻ പറവൂർ ജയിക്കുമോ ഇല്ലയോ എന്ന് കാണണമെന്ന്. പക്ഷെ അതിവിടെ ഇപ്പൊ തിരിച്ചടി ആയി എന്നുള്ളതാണ്. കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് പോലെ തിരിച്ചു വന്നു എന്ന് പറയുന്ന പോലെ ധർമ്മടത്തെ പിണറായി വിജയൻ ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി, അല്ലേ? അതെ, വികസനം മാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എന്ന് കരുതിയെങ്കിൽ പിണറായി വിജയന് തെറ്റി. കാരണം VD സതീശൻ അല്ലെങ്കിൽ ഒരു UDF തരംഗം ഇപ്പോൾ ഉണ്ടാവുകയാണ്. നമുക്കറിയാം മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നു പിണറായി വിജയന്റെ CM എന്നുള്ള ഒരു പേര് മാറ്റി പോളിറ്റ് ബ്യൂറോ അംഗം എന്നാക്കി എന്നുള്ളത്. അത് നേരത്തെ തൊട്ടേ ആക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് നേരത്തെ തന്നെ ഈ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ഏകദേശം തങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. അത് മനസ്സിലായതുകൊണ്ടാണല്ലോ രേഷ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ അല്ലെങ്കിൽ സൈബർ പോരാളികൾ ഓരോ ദിവസവും വരുന്ന പോസ്റ്റുകൾ നമുക്ക് വായിച്ച് ചിരിക്കാൻ വരുന്ന പോസ്റ്റുകളായിരുന്നു. പക്ഷെ അത്തരം പ്രകടനങ്ങളോ പ്രഹസനങ്ങളോ ഒന്നുമില്ലാതെ ട്രോളുകളൊന്നുമില്ലാതെ സ്വന്തമായിട്ട് ട്രോളാനുള്ള അവസരങ്ങൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ നിശബ്ദരായി മാളത്തിൽ ഒളിക്കുന്ന ഒരു അവസ്ഥയാണ് CPM ഈ കുറച്ച് കാലങ്ങളായി വന്നുകൊണ്ടിരുന്നത് ഈ ഇലക്ഷന് ശേഷം. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയന്റെ സ്വന്തം പോലീസ് തന്നെയാണ് പറഞ്ഞത് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയും വിജയ സാധ്യതയുള്ള MLA പോലും വിജയിക്കാൻ 12 പേരോളം വിജയ സാധ്യതയുള്ളവരിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ CPM ഊഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിരുന്നു തങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ്. എന്തെങ്കിലും പറഞ്ഞൊരു കാര്യം പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ട്രോളുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണ്ട എന്നൊരു തീരുമാനം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഒരു സൈബർ പോരാളിയും അനാവശ്യമായ ഒരു പോസ്റ്റുകൾ ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ ചിരിപ്പിക്കുന്ന ഒരു പോസ്റ്റുകൾ ഇടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം അവർ നേരത്തെ മുൻകൂട്ടി അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇപ്പോൾ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയ സാധ്യത ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്ക നേതാക്കളും എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമങ്ങളെ കാണാനും അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും വന്നില്ല. നമുക്കറിയാം ഇതിനു മുമ്പ് പിണറായി വിജയന്റെ എനിക്ക് തോന്നുന്ന ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നത് മോഹൻലാലുമായിട്ട് ഉള്ള ഒരു ഇന്റർവ്യൂ മാത്രമേ. അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങളെ കാണുന്ന അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ആ ഒരു നിമിഷം മുതൽ അവർക്കറിയാമായിരുന്നു ഇത്തവണ തങ്ങളുടെ കയ്യിൽ നിന്ന് ഭരണം പോകുമെന്നുള്ള ഒരു ആശങ്ക ആ ഒരു സമയത്തും CPM-നുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയ പ്രതീക്ഷയാണ് ഇപ്പോൾ UDF-നുള്ളത്. ഏതായാലും വിജയ പ്രതീക്ഷ അല്ല, വലിയ രീതിയിൽ കൊയ്തിരിക്കുകയാണ് UDF. ഒരു UDF തരംഗം അല്ലെങ്കിൽ UDF സുനാമി എന്ന് തന്നെ പറയാം, അല്ലെ? വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവർ ഇതിനെ അല്ലെങ്കിൽ സാധാരണ പാർട്ടിയുടെ അനുയായികളൊക്കെ ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ 100-ലധികം സീറ്റുകളിലേക്ക് അവർ കടക്കുമെന്നോ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 90 കടന്നതോടുകൂടി കാര്യങ്ങൾ മനസ്സിലായി, കൈവിട്ടു പോയിട്ടുണ്ട്. VD സതീശൻ എന്താണോ പറഞ്ഞത് അദ്ദേഹം എങ്ങനെ ഇത്ര കൃത്യമായി പ്രവചിച്ചു എന്നാണ് ഇപ്പോ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം എങ്ങനെ ഇത്ര കൃത്യമായി പറയാൻ സാധിച്ചു? പക്ഷെ അതാണ് ജനങ്ങളുടെ മനസ്സ്, ആ ഒരു പൾസ് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാളും ഏറെയായി VD സതീശന് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് ജനവിരുദ്ധ വികാരമായിരുന്നു. 10 വർഷം കേരളത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്ന ഒരു 10 വർഷക്കാലമാണ് കടന്നുപോയത്. ആ ഒരു ജനവിരുദ്ധ വികാരം 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷെ ആ ഒരു 5 വർഷം LDF സർക്കാരിനെ സംബന്ധിച്ച് വളരെ മോശം കാലഘട്ടമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അതിലേറെ മോശം കാലഘട്ടമായിരുന്നു. എങ്ങനെ ഒരു നരകയാതന അനുഭവിച്ച 5 വർഷങ്ങളാണ്. അതിനുള്ള കനത്ത തിരിച്ചടി ജനങ്ങൾ എങ്ങനെയാണ് പ്രതികാരം വീട്ടുന്നത് എന്ന് കൃത്യമായി LDF സർക്കാരിന്
ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അല്ലെ രേഷ്മ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു പൾസ് അറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ട്രെൻഡിങ് ആയിരുന്നു. കാരണം ആ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ ഒരു ട്രെൻഡിങ് അവർ നിലനിർത്താൻ വേണ്ടി അവർ എന്തൊക്കെ പരിപാടി ചെയ്യാവോ അതൊക്കെ ചെയ്തു. അതായത് ജനങ്ങൾക്കൊപ്പം നിന്നു, നല്ല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി. എങ്ങനെ ഈ പടലപ്പിണക്കങ്ങൾ ഇടയ്ക്ക് ഈ UDF-നുള്ളിൽ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കി ഒന്നിച്ച് നിന്നുകൊണ്ട് പോകാൻ UDF-ന് സാധിച്ചു. അത് ഈ പറയുന്ന നിയമസഭയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഈ ഒരു വിജയ സാധ്യത ട്രെൻഡിങ് വീണ്ടും നിലനിർത്താൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ പലരും പറയും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താ, പഞ്ചായത്തുകൾ മാത്രമല്ലേ പിടിച്ചെടുക്കുന്നത്, കോർപ്പറേഷനുകളല്ലേ എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നോക്കുകയാണെങ്കിൽ UDF-നുണ്ടായ സീറ്റ് നില എന്ന് പറയുന്നത് അതൊരു റെക്കോർഡ് വിജയമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതേ റെക്കോർഡ് വിജയം നിയമസഭയിൽ എത്തിക്കുക, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതി UDF-നുണ്ടായിരുന്നു. UDF അത്തരം കാര്യങ്ങളിലേക്കാണ് പോയത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സീറ്റുകൾ കുറഞ്ഞത് തന്നെ അന്ന് ഈ CPM-നുള്ളിൽ ചെറിയൊരു വിള്ളൽ വീഴ്ത്തിയിരുന്നു, അതായത് ഒരു ആശങ്ക പടർത്തിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഒരാശങ്ക അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് എന്ന് പറയുന്നത് അവർ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നു. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതായത് VD സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ചങ്കൂറ്റത്തോടെ ഞാൻ ഈ ഒരു ഇലക്ഷൻ തോറ്റാൽ വനവാസത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയ മാറ്റം, അല്ലെങ്കിൽ UDF-നോട് ജനങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതായത് UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് CPM-നും BJP-ക്കും UDF-നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വീണ ജോർജ്, MP രാജേഷ്, P രാജീവ്, KP ഗണേഷ് കുമാർ തുടങ്ങിയ 7ഓളം പേര് ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വിജയപ്രതീക്ഷയിലൂടെ LDF വീണ്ടും നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികളാണ്. പക്ഷെ അവരൊക്കെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ LDF-ലെ മന്ത്രിമാരാകട്ടെ MLA-മാരാകട്ടെ ആരെയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, NDA രണ്ടാമത്തെ ഒരു സീറ്റ് കൂടി ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എത്ര പോലും LDF-ന്റെ അടുത്തേക്ക് ജനങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ലീഡ് നില പരിശോധിക്കുമ്പോൾ LDF ആ ഒരു ലീഡ് തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. UDF ആണെങ്കിൽ വെച്ചടി ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് പോലെയാണ് കയറി പോകുന്നത്. NDA കയറിയും കുറഞ്ഞിരിക്കുന്നു. പക്ഷേ 4 വരെ വന്നിരുന്നതാണ് ഇപ്പോൾ 1ലേക്ക് എത്തി, വീണ്ടും 2ലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാതെ കൃത്യമായിട്ട് LDF നമ്മളിപ്പോൾ ലീഡ് നില പരിശോധിക്കുമ്പോൾ UDF-ന്റെ ആണ് കൃത്യമായിട്ട് എല്ലാവരും നോക്കുന്നത് അല്ലേ. അത് കയറി പോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ രേഷ്മ നിനക്ക്? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്നത് പോലെ തന്നെ UDF-ന്റെ നില ഒരുപാട് കയറിപ്പോവുകയാണ്. അത് ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഒരു ലീഡ് നില കൂടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ NDAക്കാണ്. NDA പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് പലതും കിട്ടിയില്ല. പക്ഷെ രണ്ടാമത് വീണ്ടും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തുടരുന്നുണ്ടെങ്കിലും അവിടെ ലീഡ് നില അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ് UDF-ന് ഉണ്ടായിരുന്നത്. ആ ഒരു വിജയപ്രതീക്ഷ UDF ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ്. വൻ മുന്നേറ്റത്തോടെ കുതിക്കുകയാണ്. വനവാസമൊക്കെ വിട്ട് ജനവാസത്തിലേക്ക് ഇറങ്ങുന്ന VD സതീശനെയാണ് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ തോളിലേറ്റിയ KC വേണുഗോപാലിനെയാണ് കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഇനി തിരിച്ചെടുത്ത് ഇനി ഒരു പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ തന്റെ ഒരു മണ്ഡലത്തിൽ ഇത്രയും അധികം വെല്ലുവിളിച്ച് ഈ ഒരു വലിയ രീതിയിലുള്ള നാണക്കേട് വരുത്തി വെച്ച രീതിയിലേക്കാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ സാക്ഷ്യം വഹിക്കുന്നത്. അത്രയേറെ ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഇതിൽ പരം ഇനി മനസ്സിലാക്കേണ്ടതില്ല. അപ്പൊ അത്തരം രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ മുന്നേറ്റം. ഒരു കാര്യം എടുത്തു പറയാനുള്ള ഇന്ദിരാ ഗ്യാരണ്ടി ആ ഒരു പദ്ധതി വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ UDF-ന് സാധിച്ചാൽ അത് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ആ ഒരു വലിയ പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്രാവശ്യം UDF ഇലക്ഷനെ നേരിട്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയം ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ടതാണ്. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെ ആയിരുന്നു ആ പ്ലാനിങ്ങിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ഒരു പ്ലാനിങ്ങിന്റെ വിജയം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവര് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി 100-ലധികം സീറ്റുകൾ നേടുമെന്ന് VD സതീശന് ഉറപ്പിച്ചു പറയാൻ സാധിച്ചിരുന്നത്.